നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ആദ്യത്തെ മണ്ഡലം ചിറയിൻകീഴാണ്. വി ശശി പ്രതിനിധീകരിക്കുന്ന ചിറയിൻകീഴ്. ആദ്യം വി ശശിയുടെ MLA എന്നുള്ള രീതിയിലുള്ള സ്കോർ എത്രയെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. 52.18 ഉള്ളൂ. ചിറയിൻകീഴ് പോലെ ഒരു മണ്ഡലത്തിൽ 52.18 ഉള്ളൂ സിറ്റിംഗ് MLA എന്നുണ്ടെങ്കിൽ അതൊരു മോശം സൂചന. ഒരു ആവറേജ് ശരാശരിക്ക് താഴെ അല്ല ശരാശരിയോടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു MLA എന്ന രീതിയിൽ ഇതിനെ വിലയിരുത്താൻ പറ്റും. 52.18 തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. പക്ഷെ അതൊരു 3 ടേമായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം 3 ടേമായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. 52.18 എന്നുള്ളത് ഒരു ആശ്വാസകരമായ 140 അദ്ദേഹത്തിന്റെ റാങ്ക് 80ആണ്. 80ാമത്തെ റാങ്കാണ് അദ്ദേഹത്തിന്. അതായത് ആദ്യം 50 പേരിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 3 തവണയായി മത്സരിക്കുന്നതിന്റെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാകാം. മാത്രമല്ല അഭിലാഷ് 2016 2021 പോകുമ്പോൾ ചെറിയ തോതിലാണെങ്കിലും ഭൂരിപക്ഷം കുറയുകയും ചെയ്ത ഒരു മണ്ഡലമാണ് ചിറയിൻകീഴ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചിറയിൻകീഴും ആറ്റിങ്ങലും അടുത്തടുത്ത് കിടക്കുന്ന 2 മണ്ഡലങ്ങൾ. ആ ചിറയിൻകീഴിൽ ഇത്തവണ MLA ആഗ്രഹിക്കുന്ന അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിറയിൻകീഴിലെ സാധ്യതകളെ ബാധിക്കുമോ? തിരുവനന്തപുരം ജില്ലയിലെ ഉറച്ച സീറ്റ് എന്ന നിലയിൽ നിന്ന് ചിറയിൻകീഴ് മാറുമോ? നോക്കാം എന്താണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന്. ആര് മുന്നിൽ? മാറ്റമില്ല, LDF തന്നെ 41.38, UDF 29.06. വലിയ തോതിൽ അവിടെ രണ്ടാം സ്ഥാനത്ത് BJP ആണ്. രണ്ടാം സ്ഥാനത്ത് BJP ആണ്. NDA ആണ്. ചിറയിൻകീഴിൽ രണ്ടാം സ്ഥാനത്ത് BJP വരും. തിരുവനന്തപുരം മേഖലയുടെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം മേഖലകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്ന ശോഷണം BJPക്ക് വളർച്ചയായി മാറുന്നുണ്ട്. ചിറയിൻകീഴ് മണ്ഡലത്തിൽ ഈ സർവേ അനുസരിച്ച് BJP രണ്ടാം, വളരെ ചെറിയ മാർജിനാണ്, ഒരു 0.5%. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ദൗർബല്യം അല്ലെങ്കിൽ UDFന്റെ ദൗർബല്യം തലസ്ഥാന ജില്ലയിൽ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതാണോ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച ഒരു മണ്ഡലം ചിറയിൻകീഴാണ്. അവിടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അതാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സർവേയിൽ റിസർവേഷൻ മണ്ഡലങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വലിയ രീതിയിലേക്ക് ആറ്റിങ്ങൽ എടുത്തു കഴിഞ്ഞാൽ, ചിറയിൻകീഴ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മാവേലിക്കര എടുത്തു കഴിഞ്ഞാൽ അവിടേക്കും BJP ഗണ്യമായ വോട്ട് വർധനവ് വരുത്തുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു SC റിസർവേഷൻ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ലേ, അല്ലെ മറ്റു മണ്ഡലങ്ങളിൽ ഈ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പോയി നിന്ന് അവിടെ ഹോംവർക്ക് ചെയ്യുന്ന കൂട്ട് അവിടെ നടക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പുതിയ കൗതുകം ഇപ്പൊ LDFന്റെ ഘടകകക്ഷികളുടെ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ SC സീറ്റ് ഇട്ടാൽ എളുപ്പമാണ് ജയിക്കാൻ. കാരണം കോൺഗ്രസ് വർക്ക് ചെയ്യില്ല. കോൺഗ്രസ് ഇപ്പം സ്ഥാനാർത്ഥികളിൽ കൂടുതൽ പൈസ മുടക്കി ചിലവാക്കേണ്ട പ്രശ്നമുണ്ടല്ലോ അവിടെ. അപ്പൊ അതേ സംബന്ധിച്ച് ഈ SC റിസർവേഷൻ സീറ്റുകളിൽ BJP അവരുടെ വോട്ട് ഗണ്യമായി വർദ്ധിക്കുന്നു. അത് ആരുടെ വോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വൈകുന്നേരം ഈ രാത്രിയിലുള്ള ഏറ്റവും വലിയ സർപ്രൈസ് ചിറയിൻകീഴ് മണ്ഡലത്തിൽ BJP ഒരു ജില്ലയിലും കൂടി അവർ മുന്നിലേക്ക് വന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ കൂടി, ഒരു പുതിയ മണ്ഡലത്തിൽ കൂടി ആറ്റിങ്ങലിൽ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പെർഫോമൻസ് ആയിരുന്നു ആറ്റിങ്ങൽ അസംബ്ലി സെഗ്മെന്റിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട സൂചകമാണ്. എനിക്ക് തോന്നുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സൂചകമാണ്. ചിറയിൻകീഴിൽ LDF വളരെ മികച്ച നിലയിൽ തന്നെ മുന്നേറുമ്പോഴും നല്ല പെർഫോമൻസ് അവിടെ LDFനെ സംബന്ധിച്ച് കാഴ്ചവെക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോഴും UDFന്റെ വോട്ട് ഷെയർ വലിയ തോതിൽ BJP ഒരു കടന്നുകയറ്റം നടത്തുക വഴി നഷ്ടമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.